ഹലോ ഗായ്സ്, ഹോപ്പ് യു ആർ വെൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും ചെയ്യാണ്ട് കംഫർട്ട് സോണിൽ ഒതുങ്ങി കൂടിയിരിക്കുന്നവർക്ക് അത് ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എൻ്റെ അടുത്ത് കുറച്ച് ടിപ്സും ട്രിക്സൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് പഠിക്കാൻ, അതായത് വെതർ നിങ്ങളിപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞവരായിക്കോട്ടെ, +2 കഴിഞ്ഞവരായിക്കോട്ടെ, ഡിഗ്രി കഴിഞ്ഞവരായിക്കോട്ടെ, നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് ഹയർ സ്റ്റഡീസിന് എന്താ താല്പര്യമുള്ളത്. 10 കഴിഞ്ഞവർക്കാണെങ്കിൽ +1 +2 NOS വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഒരു അക്കാദമിയുടെ പ്രൊമോഷനായിട്ടൊന്നും പറയില്ല കേട്ടോ. ഒരുപാട് ഓൺലൈനായിട്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഡെയിലി ഇപ്പോൾ മക്കളൊക്കെ ഉള്ള ഫാമിലി ലൈഫ് ആയിട്ട് പോകുന്ന ആൾക്കാർക്ക് ഡെയിലി ക്ലാസ്സിന് പോലൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത്തരം ആൾക്കാർക്ക് ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം മാത്രം പോയി ചെയ്യുന്ന ഒരു അങ്ങനെ നിങ്ങൾക്കൊന്ന് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, എക്സാമിന് പോകാനും ചില ഫാമിലിയിൽ നിന്ന് റെസ്ട്രിക്റ്റഡ് ഉണ്ടാവും പുറത്ത് പോകാൻ. അങ്ങനത്തെവർക്ക് നിങ്ങൾ അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് ചെയ്യാം. നമുക്ക് ഈ ക്രാഫ്റ്റൊക്കെ പാഷനുള്ള അല്ലെങ്കിൽ ടൈലറിംഗ് ഒക്കെ പാഷനുള്ളവർക്ക് ഒരുപാട് കോഴ്സസ് ഓൺലൈനായിട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഏതാ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് വെച്ചാൽ നിങ്ങളത് സെർച്ച് ചെയ്തിട്ട് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ ഒരു പാഷനോ അല്ലെങ്കിൽ നമുക്ക് എന്തോ ആഗ്രഹമുണ്ട് നമ്മളത് അച്ചീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ സോളിന് സെൽഫായിട്ടുള്ള നമ്മളെ സോളിനെ സാറ്റിസ്ഫൈ ചെയ്യാമെന്ന് മാത്രം ഉദ്ദേശം കൊണ്ടാട്ടോ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, നമുക്ക് സ്വയം ഒരു ഇൻസ്പിറേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആ ഒരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മളെ മക്കളെ വളർത്തുന്നുണ്ട്, നമുക്ക് ഒരുപാട് അതർ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സ്വയം വളരാനും നമ്മളൊരു ടൈം കണ്ടെത്തണം. നാളെ അത് പിന്നീട് ആലോചിച്ചൊരു റിഗ്രറ്റ് അടിക്കുന്നൊരു ടൈം അല്ലെങ്കിൽ സിറ്റുവേഷൻ നമുക്ക് വരരുത്. ഇപ്പോൾ ചെറിയൊരു കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ലേസിനെസ് അല്ലെങ്കിൽ ആ മടി വിചാരിച്ചിട്ട് നമുക്കൊരു ചാൻസാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അത് നമുക്കൊരു വലിയൊരു ഏണിങ്സ് അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാം കേട്ടോ. പക്ഷെ നമുക്ക് എന്തും വേണ്ടി നമ്മൾ ചെയ്യണം എന്നുള്ളൊരു അങ്ങനെ ചിന്ത ഉള്ളവരോടാണ് ഞാനീ പറയുന്നത്. അതിനൊരുപാട് റിസ്ട്രിക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ആർക്കും ഒരു കാര്യം സ്മൂത്തായിട്ട് നടക്കില്ല, ഒന്നും ഈസി അല്ല. എല്ലാത്തിൻ്റെ പിറകിലും ഒരു എഫേർട്ട് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കേസിലായിട്ടുണ്ടെങ്കിലും ഞാൻ കല്യാണം കഴിഞ്ഞ് പഠിപ്പൊക്കെ നിർത്തിയിട്ട് 8 വർഷത്തിന് ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തൊരു ആളാണ്. അപ്പോൾ എല്ലാവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടാകും. നമ്മൾ കുറച്ച് എഫേർട്ട് എടുക്കാൻ തയ്യാറാവണം. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചാൽ നിങ്ങൾ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലൊരുപാട് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫാമിലി കേസിലായിക്കോട്ടെ, ഹസ്ബൻഡ് കേസിലായിക്കോട്ടെ. അപ്പോൾ അതിനൊക്കെ ടിപ്സും ട്രിക്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് അതായിട്ട് അടുത്ത വീഡിയോസിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക, ഇതാണോ നിങ്ങൾക്ക് വേണ്ട ലൈഫ്, ഇങ്ങനെയാണോ നിങ്ങൾ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കി ചിന്തിക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. വെറും നമ്മളിപ്പോൾ ഇവിടെ ജനിച്ച് ഇവിടെ മരിച്ചതിൻ്റെ ഇടയിൽ നമ്മളെന്ന ജന്മം കൊണ്ട് നമുക്കൊന്നും നേടാൻ കഴിയാത്തൊരവസ്ഥ വരുത്തരുത്. നമുക്ക് മക്കളെ വളർത്തലും അതുപോലെ വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യലോ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കലോ ബാക്കിയൊക്കെ നമ്മൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു മകളോ ഒരു മരുമകളോ ഒരു അമ്മയോ അല്ലെങ്കിൽ ഒരു ഭാര്യ മാത്രമായിട്ട് ജീവിക്കേണ്ടതല്ല ഈ ഭൂമിയിലുള്ള ജീവിതം. നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളെ കാത്തിരിക്കുന്ന വേറെ ഒരുപാട് റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് സ്വയം ഒരു റോൾ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ പാഷൻ എന്ന് കരുതിയിട്ട് അത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഹോപ്പ് യു ആർ എൻജോയ്. താങ്ക് യു. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.